എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. വീണ്ടും വീണ്ടും ദൈവം ഓരോ ദിവസവും നമുക്ക് ദീർഘിപ്പിച്ചു തരുന്നത് വാഗ്ദത്തങ്ങൾ നിവർത്തിയാകാൻ, നാം അനുഗ്രഹങ്ങൾ കാണാൻ, അതിനുവേണ്ടി മാത്രമാണ്. ഓരോ ദിവസവും ദൈവം തരുന്നത് നന്മയ്ക്ക് വേണ്ടിയാണ്. ഓരോ ദിവസവും ദൈവം ഉണ്ടാക്കുന്നതാണ്. പിശാച് ഒരു ദിവസം ഉണ്ടാക്കുന്നില്ല. യാന്ത്രികമായിട്ട് ഒരു ദിവസം ഉണ്ടായി വരുന്നുമില്ല. ഈ സത്യം നമ്മൾ അറിയണം. ഒരു ദിവസം പോലും വെറുതെ ഉണ്ടായി വരുന്നതല്ല. ഓരോ ദിവസവും ദൈവം ഉണ്ടാക്കുന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ ഈ ഭൂമി അതിൻ്റെ പണികളും വെന്തു പോവും. അതുവരെ ദൈവം ഓരോ ദിവസവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൂര്യൻ കരിമ്പടം പോലെ കറുത്തു പോകുമെന്നും ചന്ദ്രൻ രക്തനിറമായി തീരുമെന്നും കർത്താവിൻ്റെ വചനം പറയുന്നു. അതിനു മുമ്പ് ഓരോ ദിവസവും ദൈവം ഉണ്ടാക്കി തരികയാണ്. ദൈവം ഉണ്ടാക്കി തരുന്ന ഓരോ ദിവസവും ദൈവത്തിന് പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്കും ഉണ്ടാക്കി തരാൻ താല്പര്യമുണ്ട്. ഓരോ ദിവസവും ദാനം തരുന്ന ദൈവത്തിന് ഓരോ നന്മകൾ നമ്മളിൽ കാണാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വളരെയധികം ആഗ്രഹത്തോടെ എനിക്ക് ദൈവം തരുന്ന ഓരോ ദിവസവും ഞാൻ നന്മ കാണും. ഇതെൻ്റെ ദൈവം ഉണ്ടാക്കിയ ദിവസമാണ്, ഇന്ന് എനിക്ക് സന്തോഷിക്കണം എന്ന് ഓരോ വ്യക്തികളും പറയണം. ഇന്ന് സന്തോഷിക്കേണ്ട സന്തോഷം നാളെ സന്തോഷിച്ചാൽ പോരാ, ഇന്ന് സന്തോഷിക്കണം. ഇന്ന് തുടയ്ക്കേണ്ട കണ്ണുനീര് നാളെയല്ല തുടയ്ക്കേണ്ടത്, ഇന്ന് തുടയ്ക്കണം. അങ്ങനെ ഒന്ന് വിശ്വസിക്കുക. ഇന്ന് നടക്കേണ്ട വിടുതൽ ഇന്ന് കാണണം. എന്നെങ്കിലും ഒരു ദിവസം ഒരു വിടുതൽ കാണും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥന ഉഴപ്പൻ പ്രാർത്ഥനയാണ്. ഇന്ന് ഞാൻ മറുപടി കാണും, ഇന്ന് ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഇന്ന് ഞാൻ അത്ഭുതങ്ങൾ കണ്ടിരിക്കും. അങ്ങനെ വിശ്വസിക്കും. കർത്താവ് വലിയവ ചെയ്യും. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു, അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു, അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. നിത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചു, നിത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചു, ഏകരക്ഷകൻ യേശുവിനാൽ, ലോകരക്ഷകൻ യേശുവിനാൽ, നിത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചു, നിത്യ
ലോകരക്ഷകൻ യേശുവിനാ നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ എന്നെ നൽകുന്നു പൂർണ്ണമായി മോദമോടിത പൂർണ്ണമായി. പ്രാർത്ഥനയോടെ പാടാം. നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ നിന്നെ നൽകുന്നു പൂർണ്ണമായി മോദമോടിത പൂർണ്ണമായി എന്നെ നൽകുന്നു യേശുവേ എന്നെ നൽകുന്നു പൂർണ്ണമായി മോദമോടിത പൂർണ്ണമായി. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിലെ 2-ാം വാക്യം വരെയാണ് നമ്മൾ എത്തിയത്. അതായത് ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനം പ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. ദൈവസഭ ആരംഭിച്ചിട്ട് ആദ്യമായിട്ട് സഭയിലുള്ള പ്രശ്നം ഒരു പിറുപിറുപ്പാണ്. പിറുപിറുക്കുക എന്ന് പറയുന്നത് പരാതി പറയുക. പരാതി എവിടെ തുടങ്ങുന്നുവോ അവിടെ അത് മുന്നോട്ട് പോയാൽ അപകടമാണ്. വെറും ഒരു പിറുപിറുപ്പല്ലേ എന്ന് പറഞ്ഞാൽ അതിന് വിടരുത്. ഇസ്രായേൽ മക്കൾ ചെയ്ത പാപം ഒരു പിറുപിറുത്തതാണ്. ദൈവം ഞങ്ങളെ കൊല്ലാനാണ് കൊണ്ടുവന്നത്, മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഈ കഷ്ടപ്പെടുത്തുന്നത്, ഞങ്ങൾക്ക് അവിടെ വെച്ച് മരിച്ചുപോയാൽ മതിയായിരുന്നു. ഇതിന് സമാന്തരമായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ പറയാറില്ലേ, എന്തിന് വെറുതെ ചുമ്മാ ഇറങ്ങി തിരിച്ചത് വെറുതെയായി, പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല, ആ പ്രവാചകൻ പറഞ്ഞത് നടന്നില്ല, വെറുതെ പ്രവാചകന്മാരൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇങ്ങനെയെല്ലാം പറഞ്ഞ് ദൈവത്തിന് വിരോധമായിട്ട് സംസാരിക്കാറുണ്ടോ? ദൈവത്തിന് വിരോധമായി സംസാരിക്കുന്ന വാക്കിന്റെ പേരാണ് പിറുപിറുപ്പ്. അവര് മാനിച്ചില്ല, ഇവര് മാനിച്ചില്ല, യവന ഭാഷക്കാര് എബ്രായ ഭാഷക്കാർക്ക് നേരെ ഞങ്ങളെ വേണ്ട രീതിയിൽ കരുതുന്നില്ല, ഞങ്ങളെ മാനിക്കുന്നില്ല. അങ്ങനൊരു വാക്ക് ഒരു ദൈവസഭയിൽ ആരും പറയാൻ ഒരു അവകാശവുമില്ല. കാരണം ഒരു സഭയിൽ ഓരോ വ്യക്തികളെയും മാനിക്കുന്നത് ദൈവമാണ്. പരിശുദ്ധാത്മാവാണ് ഓരോരുത്തർക്കും വേല കൊടുക്കുന്നത്. ഓരോ വ്യക്തികൾക്കും ഓരോ പൊസിഷൻ ഏൽപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ചിലപ്പോൾ ആ സഭയിലെ ലീഡർ, ഒരു പാസ്റ്റർ, നേതൃത്വ നിരയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ആ ഉത്തരവാദിത്വം നടത്തുന്നതെങ്കിലും അതിൻ്റെ പുറകിൽ കർത്താവാണ്. ചിലർ ചില കാര്യം ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചാലും ഞാൻ എത്ര ആഗ്രഹിച്ചാലും എനിക്ക് നടന്നിട്ടില്ല. കാരണം കർത്താവ് കൂടി സമ്മതിക്കണം. നമുക്ക് വ്യക്തിപരമായിട്ട് ചിലരോടൊക്കെ ചില താല്പര്യമുണ്ട്. നമുക്ക് വേണ്ടി ഓരോ കൈത്താങ്ങൽ തന്ന് നമ്മളെ ആശ്വസിപ്പിച്ച് അവരെയെല്ലാം എന്തെങ്കിലുമൊക്കെ ഓരോ കാര്യം ഏൽപ്പിക്കണമെന്നുണ്ട്. എന്നാൽ നടക്കൂല. എന്നാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ചിലരെ ചില കാര്യം ഏൽപ്പിക്കാതെ നിവൃത്തിയുമില്ല. അതിൻ്റെ പുറകിൽ പരിശുദ്ധാത്മാവാണ്. നമ്മുടെ ഇഷ്ടമല്ല നടക്കുന്നത്. സഭയിലെ ഓരോ തെരഞ്ഞെടുപ്പും പരിശുദ്ധാത്മാവ്. ഇവിടെ യവന ഭാഷക്കാർ പറഞ്ഞ് ഞങ്ങളെ മാനിക്കുന്നില്ല, ഞങ്ങളെ അംഗീകരിക്കുന്നില്ല, ഞങ്ങൾക്ക് വേണ്ട വില കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള പിറുപിറുപ്പുകൾ വീട്ടിൽ വന്നാലും അപകടമാണ്. ഒരു ഭർത്താവ് ചെയ്യേണ്ട ധർമ്മം ചെയ്യുന്നില്ല, ഒരു ഭാര്യ എന്ന നിലയിൽ അവൾ എന്നെ വേണ്ട രീതിയിൽ കരുതുന്നില്ല, പിള്ളേർ വേണ്ട രീതിയിൽ അപ്പനെ ബഹുമാനിക്കുന്ന പോലെ അമ്മയായ എന്നെ ബഹുമാനിക്കുന്നില്ല. ഇങ്ങനെയുള്ള വർത്തമാനം പറയുന്ന വീടുകളൊന്നും പച്ച പിടിക്കില്ല. അത് പച്ചയായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. എന്നാൽ കുഞ്ഞുങ്ങൾക്ക് അപ്പനെ മാനിക്കാൻ കർത്താവാണ് കൃപ കൊടുത്തത്. എന്നെയും കുഞ്ഞുങ്ങൾ മാനിക്കും,
ബഹുമാനം എന്ന് പറയുന്നത് നമ്മൾ വഴക്കിട്ട് ഉണ്ടാക്കേണ്ടതല്ല. എന്നെ ബഹുമാനിക്ക്, എന്നെ ബഹുമാനിക്ക് എന്ന് പറഞ്ഞാൽ കിട്ടുന്നതല്ല. അത് ബഹുമാനം എന്നുള്ളത് ദൈവം നമുക്ക് തരുന്നതാണ്. യോശുവയെ ദൈവം വലിയവനാക്കാൻ തുടങ്ങും എന്ന് ആദ്യം വായിക്കുന്നു. എല്ലാവരും കാണുക, ഞാൻ നിന്നെ വലിയവനാക്കാൻ തുടങ്ങും. നിങ്ങൾ യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം വായിക്കണം. 4-ാം അധ്യായത്തിലോട്ടൊക്കെ എത്തുമ്പോൾ അങ്ങനെ എല്ലാവരും കാണുക, യോശുവയെ ദൈവം വലിയവനാക്കി. ഒരാളെ വലിയവനാക്കുന്നതും ഒരുവനെ ആ വലിയ സ്ഥാനത്ത് നിന്ന് ഇറക്കി വിടുന്നതും ദൈവമാണ്. വസ്തിയെ ഇറക്കി രാജ്ഞി സ്ഥാനത്ത് നിന്ന് ഇറക്കി വിട്ടിട്ട് എസ്തേറിനെ ആ സ്ഥാനത്ത് കയറ്റി. എളിയവനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നതും സമ്പന്നരെ വെറുതെ അയക്കുന്നതും ദൈവമാണ്. മനുഷ്യർക്ക് വലിയ റോളൊന്നുമില്ല. നിങ്ങളെ എല്ലാവരും ബഹുമാനിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം മനുഷ്യരല്ല. അവരെന്നെ ബഹുമാനിക്കുന്നില്ല, അവരെന്നെ വേണ്ട രീതി കരുതുന്നില്ല. നിങ്ങൾ ദൈവത്തോടു കൂടെ നിൽക്കാമോ, നിങ്ങൾക്ക് ലഭിക്കേണ്ട എല്ലാ ബഹുമാനവും നിങ്ങൾക്ക് ലഭിക്കും. സദൃശവാക്യം 31 പറയുന്നു, യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. ദൈവഭക്തിയോടെ ജീവിക്കാമോ, നിങ്ങൾക്ക് കിട്ടേണ്ട ബഹുമാനമൊക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് കിട്ടേണ്ട അംഗീകാരമൊന്നും ആർക്കും പോകില്ല. ഇപ്പോൾ ആ യഹോഭക്തിയായ സ്ത്രീയെക്കുറിച്ച് ഭർത്താവും മക്കളും പട്ടണത്തിൽ പ്രസിദ്ധമാക്കിയാണ്. ലാവണ്യം, വ്യാജവും സൗന്ദര്യമൊക്കെ വെറുതെയാണ്. യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. നമുക്ക് ലഭിക്കേണ്ട പ്രശംസകളൊക്കെ ദൈവഭക്തിയിലൂടെ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. ദൈവഭക്തിയുള്ളവർക്ക് ഇതെല്ലാം ഉണ്ടാകും. അപ്പോൾ യെരുശലേമിലെ ഈ സഭയിൽ ദൈവഭക്തി കുറഞ്ഞുപോയി. ദൈവഭക്തിയിൽ കുറവ് വരുന്നു. അതുകൊണ്ടാണ് പിറുപിറുപ്പ് കയറിയത്. അങ്ങനെ അവർ പിറുപിറുത്തപ്പോൾ അപ്പോസ്തലന്മാർക്ക് മനസ്സിലായി, ഇനി ഞങ്ങൾ പ്രാർത്ഥനയും വചനവും വിട്ടിട്ടുള്ള പരിപാടികൾ ഇനി തുടരരുത്. എവിടെയാണ് കുഴച്ചിൽ ആരംഭിച്ചതെന്ന് പിടികിട്ടി. ഞങ്ങളോ പ്രാർത്ഥനയിൽ ഇരിക്കും എന്ന് അവര് തീരുമാനിച്ചു. അങ്ങനെ 4-ാം വാക്യത്തിൽ ഞങ്ങളോ പ്രാർത്ഥനയിലും വചനത്തിലും ഉറ്റിരിക്കുമെന്ന് അവര് പറഞ്ഞു. അതോടുകൂടി പ്രശ്നം തീർന്നു. പ്രാർത്ഥനയിലും വചനത്തിലും ഇരുന്നതോടുകൂടി ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേറെ ചിലരെ ഏൽപ്പിച്ചതോടുകൂടി കാര്യം നടന്നു. ലീഡർഷിപ്പ് ഉണ്ടായി വരികയാണ്. അല്ലെങ്കിലോ കഥ, തിരക്കഥ, സംഗീത, സംവിധാനം എല്ലാം ഇവരായിരുന്നു. ഇവരുടെ വിചാരം ഇവർ ചെയ്തില്ലെങ്കിൽ എല്ലാം കുളമാകുന്നു. ഇല്ല, പ്രാർത്ഥനയിലോട്ടും വചനത്തിലോട്ടും ഇവർ മാറിയതോടുകൂടി, ബാക്കിയുള്ളവർ കുറേ കാര്യം ചെയ്യാനായിട്ട് വന്നതോടുകൂടി അന്തരീക്ഷം മാറി. ദൈവമാണ് കാര്യം തീരുമാനിക്കുന്നത്. ദൈവദാസന്മാർക്കും ദൈവവേലക്കാർക്കും ഒരു പേടിയുണ്ട്, ഞങ്ങളില്ലെങ്കിൽ ചർച്ച് പൊളിഞ്ഞു. അങ്ങനെയൊന്നുമില്ല. നമ്മുടെ അല്ല സഭ, കർത്താവിൻ്റെയാണ്. നമുക്ക് തന്നെ പേടിയുണ്ട്, ഞങ്ങളില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഭാവി ഇല്ലാതെ പോവും. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്കൊരു ഭാവി ഉണ്ടാക്കണം. നിങ്ങൾ ജീവിച്ചിരിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ തീരുമാനം. കുഞ്ഞുങ്ങൾക്ക് ഭാവി ഉണ്ടാക്കിയിട്ടേ നിങ്ങൾക്ക് മരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയല്ലേ. ദൈവമാണ് തീരുമാനിക്കുന്നത്. അപ്പനും അമ്മയും ഇല്ലാത്ത എത്രയോ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അപ്പനും അമ്മയും ഇല്ലാഞ്ഞതുകൊണ്ട് കുറേ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടായി. അതുകൊണ്ട് നമ്മളുള്ളത് കൊണ്ടൊന്നുമല്ല കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാകുന്നു. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഒരു വിഷമം വരാത്ത രീതിയിൽ പല പരിപാടികളും ചെയ്യുന്നവരാണ്. പിള്ളേർക്ക് ദുഃഖം ഉണ്ടാകരുത്, അവർ വാടരുത്, അവർ ക്ഷീണിക്കരുത്, അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകരുത്. അതായത് ഒരു പുഴു അത് ചിത്രശലഭമാകുന്നതിന് മുമ്പ് അതിനിടയിൽ ഒരു സംഭവം നടക്കും. അവര് പ്യൂപ്പ സ്റ്റേജിലേക്ക് മാറും. ഒരു കൂടിനകത്ത് ഒതുങ്ങിപ്പോവും. അങ്ങനെ അവരിയ്ക്കുമ്പോൾ അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, സ്റ്റക്കായിരിക്കുന്ന പോലെ തോന്നും. നമ്മൾ ഓർക്കും, അയ്യോ എല്ലാ വഴി അടഞ്ഞല്ലോ. വാസ്തവത്തിൽ അവരവിടെ ആ പുഴു അത് നേരത്തെ തിന്നിരുന്നത് ഇലകളായിരുന്നു. എന്നാൽ അവരുടെ ലൈഫ് മൊത്തം മാറി പുതിയ സൃഷ്ടിയാകുന്ന ഒരു സംവിധാനത്തിൽ അവരായിരിക്കുകയാണ്. ദൈവം അവരെ അതിലാക്കിയിരിക്കുകയാണ്.
പുഴു തന്നെ തനിക്ക് ചുറ്റും ഒരു കൂടുണ്ടാക്കി അതിനകത്ത് കയറിയിരിക്കുകയാണ്. ഈ പുഴുവിനോട് ഇതാര് പറഞ്ഞു? നമ്മളവിടെ സഹായിക്കാൻ ചെല്ലരുത്. പുഴുവിനെ നിർമ്മിച്ചവനറിയാം കുറച്ച് ദിവസം ഈ കൂടിനകത്ത് ഇരുന്ന് പുറത്തു വരുമ്പോൾ മനോഹരമായ വർണ്ണങ്ങളുള്ള ചിത്രശലഭമായിട്ട് പുറത്തു വരുമെന്ന്. പിന്നീട് തിന്നുന്നത് പുഴു തിന്ന ഇലകളല്ല, തേൻ കുടിക്കുന്ന ചിത്രശലഭങ്ങളായി ഇവർ പാറി നേരത്തെ ആ വൃക്ഷത്തിൻ്റെ ഒരു കൊമ്പിൽ കെട്ടിപ്പിടിച്ച് തൂങ്ങിക്കിടക്കണം. ഇപ്പോഴങ്ങനെയല്ല. ഒരു വൃക്ഷത്തിൽ നിന്ന് അടുത്ത വൃക്ഷത്തിലേക്ക് മരങ്ങളുടെ മുകളിലൂടെ പാറിപ്പറക്കുന്നു. ആര് കണ്ടാൽ ഇഷ്ടപ്പെടുന്ന മനോഹരമായ മധുരം നുകരുന്ന ഒരു ചിത്രശലഭം. ഇതെങ്ങനെ ഉണ്ടായി വന്നു? ഒരു പ്യൂപ്പ സ്റ്റേജിലൂടെ അത് കടന്നു വന്നത്. അപ്പോൾ ഈ പ്യൂപ്പ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജ് പലർക്കും ഇഷ്ടമല്ല. എല്ലാവരും അതിനെ ഇല്ലാതെയാക്കാൻ, മക്കൾക്ക് ആ പ്യൂപ്പ സ്റ്റേജ് ഉണ്ടാകരുത് എന്ന് പല മാതാപിതാക്കളും അത് തന്നെ നിർബന്ധം പറയുകയാണ്. എൻ്റെ മക്കൾക്ക് പ്യൂപ്പ സ്റ്റേജ് ഉണ്ടാകരുത് എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവിക ജ്ഞാനത്തിലല്ല, നിങ്ങൾ പ്രാർത്ഥനയിലും വചനത്തിലും ഇരുന്നാൽ മതി. നന്നാ രാവിലെ എഴുന്നേറ്റ് വളരെ കഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളെ ഉയർത്താൻ നോക്കുന്ന, അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്ത് സഭയെ വളർത്താൻ നോക്കുന്ന, ഇതെല്ലാം വിഡ്ഢിത്തരങ്ങളാണ്. നാം കർത്താവിനോടുകൂടി ഇരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നേരെയാവും. അപ്പോസ്തലന്മാർ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠം, ഞങ്ങളോ പ്രാർത്ഥനയിലും വചനത്തിലും ഉറ്റിരിക്കും. വചനമാരാണ് ദൈവം. പ്രാർത്ഥിക്കുന്നത് ആരോടുകൂടി ഇരിക്കുന്നു? ദൈവത്തിൻ്റെ കൂടെ. മർക്കോസ് 3:13 എന്താ പറയുന്നത്? പുരുഷാരത്തെ കണ്ടപ്പോൾ അവൻ മലമേൽ കയറി പന്തിരുവരെ അരികിൽ വിളിച്ചു, തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിനും ഭൂതങ്ങളെ പുറത്തേക്കേണ്ടതിനും പന്തിരുവരെ നിയമിച്ചു. ഒന്ന് പ്രസംഗിക്കാനല്ല, ഒന്ന് ഭൂതങ്ങളെ പുറത്താക്കാനല്ല, ഒന്ന് കൂടെയിരിക്കാൻ. കൂടെയിരിക്കാൻ നമുക്ക് സമയമില്ല. നമുക്ക് ഭൂതങ്ങളെ പുറത്താക്കണം, നമുക്ക് രോഗികളെ സൗഖ്യമാക്കണം, നമുക്ക് പ്രസംഗത്തിൻ്റെ തിരക്കാം. എന്നാൽ ദൈവം നമ്മെ വിളിച്ചത് കൂടിയിരിക്കാൻ. ഹാനോക്ക് ദൈവത്തിൻ്റെ കൂടെ നടന്നു, പുത്രീപുത്രന്മാരെ ജനിപ്പിച്ചു. ദൈവത്തിൻ്റെ കൂടെ നടന്നതുകൊണ്ട് ഹാനോക്കിന് നല്ല കുടുംബജീവിതം, തലമുറകളുണ്ടായി. ദാവീദിനോട് ദൈവം പറയുകയാണ്, ഇത് പോരായെങ്കിൽ ഇന്നത് കൂടി ഞാൻ തരുമായിരുന്നു. അപ്പോൾ ഞാൻ നിനക്ക് വേണ്ടതെല്ലാം, മക്കളെയും കുടുംബജീവിതവും ഒക്കെ തന്നു, പോരായെങ്കിൽ ഇനിയും ഞാൻ തരുമായിരുന്നു. ഇതാണ് ദൈവം. പോരാ എന്ന് ദൈവം തോന്നിയിട്ട് ദൈവം തരും. ആദാം ഏകനായി ഇരിക്കുന്നത് നന്നല്ലെന്ന് അവനല്ല മനസ്സിലായത്. ആദാമിന് കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ അവൻ ജീവിച്ചാൻ. ആദാം കല്യാണം കഴിച്ചില്ല, ആദാമിന് ഭാര്യയില്ലായിരുന്നു. ആ സിസ്റ്റം ദൈവം കൊണ്ടുവന്നില്ല. പിന്നെ എങ്ങനെ ജനറേഷൻ ഉണ്ടാവും? ഈ കല്ലുകളിൽ നിന്ന് ആദാമിന് മക്കളെ ഉണ്ടാക്കാൻ ദൈവത്തിന് കഴിയും. കല്ലുകൾ പ്രസവിക്കുന്നു. അങ്ങനെയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ദൈവത്തിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കാൻ കഴിയും. അബ്രഹാമിൻ്റെ മക്കളെ ഉളവാക്കാൻ കല്ലുകൾ മതി. ദൈവത്തിന് എന്തും സാധ്യമാണ്. അതിനൊരു സ്ത്രീയും പുരുഷനും ഒന്നും വേണമെന്നൊന്നുമില്ല. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. എന്നിട്ടും ദൈവം ഇവൻ ഒറ്റയ്ക്കിരിക്കുന്നത് നന്നല്ലെന്ന് ദൈവമാണ് തീരുമാനിച്ചത്. അപ്പൊ ദൈവത്തിന് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാം. ആദാം ദൈവത്തിൻ്റെ കൂടെ ഇരുന്നപ്പോഴാണ് ആദാമിൻ്റെ കാര്യങ്ങളെല്ലാം ഓർഡറായത്. എന്നാൽ ആദാം ഹവ്വയുടെ കൂടെ ദൈവത്തോടു കൂടെയുള്ള ഇരിപ്പ് കുറച്ചപ്പോഴാണ് കാര്യങ്ങളെല്ലാം കുളമായത്. ദൈവത്തോടു കൂടി ഇരിക്കുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓർഡറാകും. അതുകൊണ്ട് തക്ക സമയത്ത് ഉയർത്തുന്നവൻ്റെ കൈക്കീഴെ താണിരിപ്പിൻ എന്ന് പത്രോസ് പറയാൻ കാരണം അതാണ്. കർത്താവിൻ്റെ കൂടെ അങ്ങോട്ട് ഇരിക്കുക. നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പ്യൂപ്പ സ്റ്റേജൊക്കെ ഉണ്ടാവും, ചില വഴികളൊക്കെ അടഞ്ഞെന്ന് തോന്നും, പിള്ളേരുടെ കാര്യമൊക്കെ സമയത്ത് നടന്നില്ലല്ലോ എന്നൊക്കെ വിഷമം വരും. ഒന്നും നോക്കണ്ട, നേരെ കർത്താവിൻ്റെ കൂടെ അങ്ങോട്ട് ഇരിക്കും. പ്രാർത്ഥനയിലും വചനത്തിലും അങ്ങോട്ട് ഇരിക്കും. എരിവോടെ കർത്താവിനെ അങ്ങോട്ട് സേവിക്കും. എല്ലാ കാര്യങ്ങളും നേരെയാകുന്നത് നിങ്ങൾ കാണും.
ആ പ്യൂപ്പ കൂടൊക്കെ പൊളിഞ്ഞ് ചിത്രശലഭം പുറത്തു വരുന്നത് നമ്മൾ കാണും. ഇത് നിങ്ങളോടുള്ളൊരു സന്ദേശമാണ്. കർത്താവിൽ ആശ്രയിക്കും, പ്രാർത്ഥിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കേട്ട ഈ വചനങ്ങളും ഈ ദൂതുകൾ ഈ മക്കൾക്ക് വിടുതലാകട്ടെ. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ബന്ധപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് ഇതൊരു വിടുതലാകട്ടെ. ഇന്നു മുതൽ അവർ ഫ്രീ ആകട്ടെ. മക്കൾ ദൈവം തന്ന ദാനമാണ്, അതൊരിക്കലും മോശമാകില്ലെന്ന് ഓരോരുത്തരും തിരിച്ചറിയട്ടെ. ഗിഫ്റ്റുകളാണ് മക്കൾ, ഗിഫ്റ്റ് ഒരിക്കലും കുറഞ്ഞു പോകില്ലെന്ന് ഓരോരുത്തരും തിരിച്ചറിയട്ടെ. കർത്താവിൻ്റെ കൈകളിൽ ഓരോരുത്തരെ ഏൽപ്പിക്കും. സൗഖ്യങ്ങൾ നടക്കട്ടെ, വിടുതലുകൾ നടക്കട്ടെ. ഇന്ന് പോകുന്ന വഴികളെല്ലാം അത്ഭുതമാകട്ടെ, യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിൽ ധൈര്യപ്പെടാം, കർത്താവിൽ ഉറച്ചു നിൽക്കാം. നാളെക്കുറിച്ച് ഭാരപ്പെടണ്ട, എല്ലാം കർത്താവ് വെച്ചിട്ടുണ്ട്. പ്യൂപ്പ സ്റ്റേജിൽ നിന്ന് ചിത്രശലഭം എന്ന സ്റ്റേജിലേക്ക് പറക്കാൻ ദൈവം വഴിയൊരുക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.